സായിക്കെതിരെ കളി തുടങ്ങിയിരിക്കുകയാണ് അഭിഷേക്. ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് അവിടെ അഭിഷേക് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് അൻസിബ, ഋഷി എന്നിവർ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂട്ടം അഭിഷേകിന് ഇവരുമായിട്ടാണ്. ശ്രീധുവുമുണ്ട് ഇപ്പോൾ അക്കൂട്ടത്തിൽ. അവരിരുന്ന് സംസാരിക്കുകയാണ്. സായിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രണ്ട് കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫേക്കായിട്ട് സായി ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമായിട്ട് അവിടെ അഭിഷേക് പറയുന്നത്, ഇവിടെ നിന്ന് എന്നെ വിളിച്ചതാണ്, ബിഗ് ബോസ് എന്നെ വിളിച്ചതാണ് ഇങ്ങോട്ട് വരാനായിട്ട് എന്നാണ് സായി എന്നോട് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഒരു മോർണിംഗ് ടാസ്കിൽ അബദ്ധവശാൽ സായിയുടെ വായിൽ നിന്ന് വീണു. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് എന്നുള്ളൊരു കാര്യം വീണു. അവിടെ തന്നെ സായി പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സായിക്ക് വന്നിട്ടുള്ള മാറ്റം അത് ഒരു ഫേക്ക് ആയിട്ടുള്ള മാറ്റമാണ് എന്നുള്ള രീതിയിലാണ് അഭിഷേക് സംസാരിക്കുന്നത്. 2-3 തരത്തിലാണ് ആ മാറ്റത്തെക്കുറിച്ച് അവിടെ സായി പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സായിക്ക് അവിടെ കാരവാനിൽ കയറിയ വഴിക്ക് തന്നെ എന്തോ ഒരു ബോധോദയം ഉണ്ടായി, എനിക്കെന്തോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് സായി പറഞ്ഞു എന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്ന് സീക്രട്ട് ഏജന്റ് ആയിട്ട് കളി തുടങ്ങിയപ്പോൾ ഇവിടെ ഗെയിം പറ്റുന്നില്ല, കളിക്കാനായിട്ട് ഒന്നും കിട്ടുന്നില്ല, അപ്പൊ സായി ആയിട്ട് നിന്നാൽ മതി ഇനി എന്ന് തോന്നി എന്ന് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായി, പലതും എനിക്ക് തിരിച്ചറിവുകൾ ഉണ്ടായി, അങ്ങനെയാണ് ഞാൻ മാറിയത് എന്ന് സായി പറയുന്നു. അങ്ങനെ സായി പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് അഭിഷേകോട് പറയുന്നത്. അത് പറയാനായിട്ടൊരു കാര്യമുണ്ട്. ശ്രീധു ചോദിക്കുന്നുണ്ട് അഭിഷേകിന്റെ അടുത്ത്, ഇവിടെ ഫേക്ക് ആയിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണെന്ന്. അപ്പോൾ അഭിഷേക്, എനിക്കിവിടെ എല്ലാവരെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയാം, ഞാൻ എല്ലാവരെ കുറിച്ചും മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫേക്ക് അല്ലാതെ നിൽക്കുന്നവർ ആരുണ്ടെന്നെങ്കിലും പറയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന സമയത്ത് അവിടെ എണ്ണിക്കൊണ്ട് അവിടെ പറയുന്നുണ്ട് അഭിഷേക്, ഒരു 4-5 പേര് മാത്രമാണ് ഫേക്ക് അല്ലാതെ നിൽക്കുന്നത്, ബാക്കി എല്ലാവരും ഇവിടെ ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. എന്തിന്, വൈൽഡ് കാർഡുകൾ പോലും അങ്ങനെയാണ് എന്ന് അവിടെ അഭിഷേക് പറയുന്നുണ്ട്. അങ്ങനെയാണ് അഭിഷേക് സായിനെ കുറിച്ച് ഈ കാര്യങ്ങൾ അവിടെ പറയുന്നത്.